ലോകകപ്പിൽ ഓസ്ട്രിയയെ തകർത്ത സ്പെയിൻ പ്രീ ക്വാർട്ടറിലേക്ക് എതിരില്ലാത്ത 3 ഗോളിനാണ് ഓസ്ട്രിയയെ സ്പെയിൻ പരാജയപ്പെടുത്തിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടം ചൂടിയതിനു ശേഷം ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ സ്പെയിൻ നേടുന്ന ആദ്യ വിജയമാണിത്. ലോസ് ആഞ്ചൽസിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ മിക്കേൽ ഒയാർസബാലിന്റെ ഇരട്ട ഗോളുകളും പെഡ്രോ പോറോ രാജ്യത്തിനായി നേടിയ കന്നിഗോളുമാണ് സ്പെയിന് അനായാസ വിജയം സമ്മാനിച്ചത്. മത്സരത്തിന്റെ 1-ാം മിനിറ്റിൽ തന്നെ ലാമിൻ യമാൽ ഓസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് സ്പെയിനിന്റെ ആധിപത്യം വ്യക്തമാക്കി. കോർണർ കിക്കിൽ നിന്ന് മാർക്ക് കുക്കുറല്ല പന്ത് വലയിലെത്തിച്ചെങ്കിലും ഓസ്ട്രിയൻ ഗോൾ കീപ്പർ അലക്സാണ്ടർ ഷ്ലാഗറെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഗോൾ നിഷേധിക്കപ്പെട്ടു. എന്നാൽ മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ സ്പെയിൻ കാത്തിരുന്ന ഗോൾ പിറന്നു. കുക്കുറല്ല ഇടതുഭാഗത്തു നിന്ന് നൽകിയ ലോ ബോൾ സ്വീകരിച്ച് ഒയാർസബാൽ പന്ത് വലയിലേക്ക് തിരിച്ചുവിട്ടു. ഈ ലോകകപ്പിൽ താരത്തിന്റെ 3-ാം ഗോളാണിത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ലീഡ് ഉയർത്താൻ സ്പെയിനിന് മികച്ച അവസരങ്ങൾ ലഭിച്ചു. അലക്സ് ബീനയുടെ ഫ്രീ കിക്ക് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചപ്പോൾ പിന്നാലെ വന്ന യമാലിന്റെ ഗോൾ ശ്രമം ഷ്ലാഗർ തടഞ്ഞു. 2-ാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ ഓസ്ട്രിയൻ താരം സാസ കലാജ്ദിച്ചിന് 61-ാം മിനിറ്റിൽ മികച്ചൊരവസരം ലഭിച്ചെങ്കിലും മാർസൽ സബിറ്റ്സറുടെ ക്രോസിൽ നിന്നുള്ള ഹെഡർ ലക്ഷ്യത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ വൈകാതെ തന്നെ സ്പെയിൻ തങ്ങളുടെ 2-ാം ഗോൾ നേടി. ഇടതുവശത്തു നിന്ന് അലക്സ് ബീന നൽകിയ മനോഹരമായ ക്രോസ് പെഡ്രോ പോറോ ഹെഡറിലൂടെ വലയിലാക്കുകയായിരുന്നു. തുടർന്ന് യമാൽ തൊടുത്ത ഒരു ഷോട്ട് ഓസ്ട്രിയൻ താരം ഡേവിഡ് അലാബ ഗോൾ ലൈനിൽ വെച്ച് തടുത്തെങ്കിലും തൊട്ടു പിന്നാലെ കുക്കുറലിയുടെ ക്രോസിൽ നിന്ന് ഒയാർസബാൽ തന്റെ 2-ാം ഗോളും നേടി സ്പെയിനിന്റെ ആധികാരിക വിജയം പൂർത്തിയാക്കി. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.